ബയോളജിക്കൽ ക്ലോക്ക് ടൈമിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന അത്ഭുതകരമായ പ്രോസസ്. എന്നാൽ നൊയമ്പിനെ പറ്റി പറയുമ്പോഴാണ് ഡോക്ടർമാര് ഇപ്പോഴും അമ്പരന്ന് പോകുന്ന സത്യം ഉണ്ടാവുന്നത്. എല്ലാ മതങ്ങൾക്കും നൊയമ്പുണ്ട്. ഹിന്ദു മതങ്ങൾക്ക് 52 ആഴ്ച നൊയമ്പുകളുണ്ട്, നവരാത്രിയുടെ നൊയമ്പുണ്ട്, ശിവരാത്രിയുടെ നൊയമ്പുണ്ട്. ക്രിസ്ത്യാനിക്ക് 3 നൊയമ്പ്, 8 നൊയമ്പ്, 15 നൊയമ്പ്, 25 നൊയമ്പ്, 50 നൊയമ്പ്. ക്രിസ്ത്യാനിക്ക് കൊണ്ട് 101 ദിവസം നൊയമ്പ്. ബുദ്ധമതക്കാർക്ക് നൊയമ്പുണ്ട്, ജൈനമതക്കാർക്ക് നൊയമ്പുണ്ട്, യഹൂദന്മാർക്ക് നൊയമ്പുണ്ട്. പക്ഷേ ഈ നൊയമ്പുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം മുസ്ലിങ്ങൾ നോക്കുന്ന റംസാൻ നൊയമ്പാണ്. ഈ റംസാൻ നൊയമ്പിനെ പറ്റി അമേരിക്കൻ ഡോക്ടർമാരെ വിശദമായി പഠിച്ചപ്പോഴാണ് അതിന്റെ സാരാംശം മനസ്സിലായത്. അതെന്താണെന്ന് ചോദിച്ചാൽ 11.5 മണിക്കൂർ ഒരു മനുഷ്യൻ 100% വയറ്റിലേക്ക് ഒന്നും കൊടുക്കാതിരുന്നാൽ, 100% അവൻ ഉപവസിച്ചാൽ കുടലിന്റെ പെരിറ്റോണിയം പൊട്ടും. കുടലിന്റെ പെരിറ്റോണിയം പൊട്ടി ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു എൻസൈം കുടലിലേക്ക് ഊർന്നിറങ്ങും. അത് കുടൽ അങ്ങോട്ട് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ശരീരത്തിന് 10 times ഇമ്മ്യൂണോളജിക്കൽ കപ്പാസിറ്റി വർദ്ധിക്കുകയാണ്. 11 മണിക്കൂർ പട്ടിണിയിരിക്കണം, 100% പട്ടിണിയിരിക്കണം. അതിനിടയ്ക്ക് ഒരു നാരകാലം കുടിച്ചാൽ പോയി, the effect is gone. If something is given, intestine will not behave like this. അപ്പൊ 11.5 മണിക്കൂർ കണ്ടിന്യൂസ് ആയി കംപ്ലീറ്റ് ആയി ആഹാരം വർജിച്ചാൽ, ഓർ ഈവൻ എനിത്തിങ് വിത്ത് കലോറി കണ്ടന്റ് ഉപേക്ഷിച്ചാൽ, അവന്റെ കുടലിന്റെ പെരിറ്റോണിയം പൊട്ടി കുടലിലേക്ക് ഒരു എൻസൈം ഊർന്നിറങ്ങുകയും ആ എൻസൈം കുടൽ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ 10 times ആണ് ശരീരത്തിനും മനസ്സിനും ആരോഗ്യം കിട്ടുന്നത്. അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ 12 കൊല്ലം ഇത് കണ്ടുപിടിച്ചപ്പോൾ അവർ അമ്പരന്ന് പോയി. 1400 കൊല്ലത്തിന് മുമ്പ് ഹയർ എഡ്യൂക്കേഷൻ പോകാതിരുന്നൊരു പ്രവാചകൻ ഇത്ര ഭയങ്കര ഒരു മെഡിക്കൽ പ്രിൻസിപ്പിൾ കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് ശാസ്ത്രജ്ഞന്മാർക്ക് മനസ്സിലാക്കാൻ അപ്രാപ്യമായ ഒരു സംഭവമാണ്. അതുകൊണ്ടാകമായ ശരീരശക്തിയോടുകൂടി അത്ഭുതാവഹമായ മാനസിക ശക്തിയോടുകൂടിയാണ്. കാരണം ഹി ഗെറ്റ്സ് ഹിസ് വിൽ പവർ. ആ മനക്കരുത്താണ് 12 മണിക്കൂർ ആഹാരം വർദ്ധിക്കാനുള്ള മനക്കരുത്ത്. അതിന് നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ശരീരത്തിനും മനസ്സിനും ശക്തി, ആരോഗ്യം വർദ്ധിക്കുന്നു എന്നുള്ളതോടൊപ്പം ദി ഓട്ടോ ഇമ്മ്യൂണോളജിക്കൽ സിസ്റ്റം ഓഫ് ദ ബോഡി ഗെറ്റ്സ് വെരി സ്ട്രോങ്. ഈ ഓട്ടോ ഇമ്മ്യൂണോളജിക്കൽ സിസ്റ്റം സ്ട്രോങ് ആയി കഴിഞ്ഞാൽ തളർവാദം ഉൾപ്പെടെയുള്ള നിരവധി രോഗങ്ങൾ ആ വ്യക്തിക്ക് വരാതിരിക്കാനുള്ള ഏറ്റവും വലിയ പ്രിവെന്റീവ് മെഡിസിനാണ് ഈ റംസാൻ നൊയമ്പ് എന്ന് പറയും. അറബി ദേശത്ത് കൊയ്ത്തെല്ലാം കഴിഞ്ഞ് ധാന്യപ്പുരകൾ നിറഞ്ഞിരിക്കുന്ന സമയത്താണ് ഈ നൊയമ്പിന്റെ കാലം വരുന്നത്. വേറെ എല്ലാ സ്ഥലത്തും നൊയമ്പ് വരുന്നത് ധാന്യക്കലവറകൾ മിക്കവാറും എംറ്റി ആവുന്ന കാലത്താണ് നൊയമ്പ് വരുന്നത്. കർക്കിടകത്തിൽ പണ്ട് നൊയമ്പുണ്ടായിരുന്നു. കാര്യം മഞ്ഞക്കടകത്തിൽ തിന്നാനൊന്നുമില്ല, അവൻ പട്ടിണിയായി പോകും. പദ്ധതി ദിവസത്തിൽ നൊയമ്പ് വരുന്നത് when almost the entire storage of their food item is exhausted after winter. ജനുവരി ഫെബ്രുവരി വിന്റർ അങ്ങോട്ട് കഴിഞ്ഞ് മാർച്ച് മാസം ആവുമ്പോഴത്തേന് ഓൾമോസ്റ്റ് ഓൾ ധാന്യപ്പുരകൾ എംറ്റി ആവും. ആ സമയത്താണ് ഏപ്രിൽ മാസത്തെ 50 നൊയമ്പ് വരുന്നത്. ബാക്കിയുള്ള എല്ലാ ജനങ്ങളും നൊയമ്പ് നോക്കുന്നത് ധാന്യപ്പുരായിൽ ഒന്നും ഇല്ലാതാവുന്ന കാലത്താണ്. പക്ഷെ മുസ്ലിങ്ങളുടെ നൊയമ്പ് നോക്കാൻ പ്രവാചകൻ പറഞ്ഞത് അറബി ദേശത്ത് കൊയ്ത്ത് കഴിഞ്ഞ് ധാന്യപ്പുരകൾ നിറയുന്ന സമയത്താണ്. ആ ദം വിത്ത് ദ ഫുൾ ഗ്രാനറീസ് ഫുൾ ഹാവ് ഹങ്കർ വിത്ത് യു. പ്രവാചകൻ ആ നൊയമ്പ് ഈ കലവറകൾ നിറഞ്ഞു കിടന്ന കാലത്ത് ചെയ്യാൻ പറഞ്ഞത് അത്ഭുതാവഹമായ ഒരു പ്രൊസീജിയറാണ്. എങ്കിൽ മാത്രമേ ആ വിൽ പവർ കിട്ടുള്ളൂ. തിന്നാൻ ഇഷ്ടം പോലെ സാധനമുള്ളപ്പോ അത് തിന്നാതിരിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ മനക്കട്ടി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ പോലീസ് ഓഫീസർമാരുടെ മീറ്റിംഗ് കൂടുന്ന അവസരത്തിൽ ഞങ്ങളുടെ ആ മീറ്റിങ്ങിലുള്ളത് ഒരു 5 പേരോളം ഡയബറ്റിക്കാണ്. ഭയങ്കര ഡയബറ്റീസാണ്. ഒരു തരം മധുരവും കഴിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ചായ കൊണ്ടുവരുന്നത് പോലും പഞ്ചസാര ഇല്ലാതാണ് കൊണ്ടുവരുന്നത്. പക്ഷെ ഞങ്ങളുടെ ഒരു അസിസ്റ്റന്റ് കമാൻഡർ രോഗം വന്നു. അതെന്താന്ന് വെച്ചാൽ അയാളുടെ ഷുഗർ അബ്സോർപ്ഷൻ വളരെ വളരെ ലോ ആണ്. ഓരോ 20 മിനിറ്റ് കൂടുമ്പോൾ ഓരോ ലഡ് തിന്നുകൊണ്ടിരുന്നില്ലെങ്കിൽ അയാൾ ചത്തുപോകും. ബിക്കോസ് ഹി വിൽ ഡൈ. കാര്യം അവൻ തിന്നുന്ന ഷുഗറിന്റെ 100 അവൻ്റെ ശരീരം അബ്സോർവ് ചെയ്യുള്ളൂ. വല്ലാത്ത രോഗമാണ്. അപ്പോൾ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഒരെണ്ണം ഒരു ലഡു, പിന്നെ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ലഡു. 6 ഡയബറ്റീസുകാർ ചുറ്റി കഴിക്കും. അവന്മാർ പറഞ്ഞു, എഴുന്നേക്കടാ, നിനക്ക് വേറെ എവിടെയെങ്കിലും പോയി തിന്നും, ഞങ്ങൾ 6 ഡയബറ്റീസുകാരോടെ ഒന്നും കഴിക്കാനിരിക്കും, നീ ഇങ്ങനെ ഇരുന്ന് ലഡു അടിച്ചാൽ. കാരണം പട്ടിണി കിടന്നിരിക്കുന്ന അവനൊന്ന് ലഡു അടിച്ചാൽ സംഭവം നമുക്ക് കൺട്രോൾ ചെയ്യാൻ നോക്കിയില്ല. ഈ സെയിം പ്രൊസീജിയറാണ് പ്രവാചകൻ പറ്റിച്ചത്. ധാന്യപ്പുറം നിറഞ്ഞു കിടക്കുമ്പോൾ പട്ടിണി കഴിക്കാൻ പറഞ്ഞു, റംസാൻ തന്നെ നോക്കാൻ പറഞ്ഞു. ഇത് നമ്മുടെ ഓട്ടോ ഇമ്മ്യൂണോളജിക്കൽ സിസ്റ്റം ശക്തിപ്പെടുത്തുന്നതിനും
ശരീരത്തിനും മനസ്സിനും ആരോഗ്യം കിട്ടുന്നതിനും അത്ഭുതാവസ്ഥമായ സിസ്റ്റമാണ്. ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും നോയമ്പ് നോക്കുകയും ചെയ്യാൻ പ്രവാചകൻ പറഞ്ഞപ്പോൾ ഇത് ലോകത്തിനുണ്ടാക്കിയ വലിയൊരു വിപ്ലവം ആണ് എന്നുള്ളതാണ് ഈ ചരിത്രകാരന്മാരും മതപണ്ഡിതന്മാരും കണ്ടുപിടിച്ചിരിക്കുന്നത്. 1400 കൊല്ലത്തിന് മുമ്പ് പ്രവാചകൻ ചെയ്ത ഈ സിസ്റ്റം